بسم الله الرحمن الرحيم الحمد لله الذي أحسن تدبيره الكائنات وخلق الأرضين والسماوات وأنزل الماء من المعصرات وأنشأ الحب والنبات وقدر الأرزاق والأقوات ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير صدق الله العلي العظيم حبي إليهم لا يضاهي ما عدا حبي لربي والنبي محمدا أبواي لو جادوا علينا بالرضا يكون الطريق إلى الجنان ممهدا أبواي كنتم على الدوام تناضلا كي تجعلوني بين قومي سيدا يا رب تحفظ والدي كلاهما واجعل لهم من حوض طه موردا عدم سلائی ہے ہستی میں آرزو یا رسول کہاں لیا پھرتی ہے جستجو یا رسول خسروی اچھی لگی نا سروری اچھی لگی خسروی اچھی لگی نا سروری اچھی لگی ہم فقیروں کو مدینے کی گلی اچھی لگی. വേദിയിൽ ഉപവിഷ്ടരായ
മഹല്ല് ഖത്തീബ് ഷാഹുൽ ഹമീദ് മുസ്ലിയാർ ഉസ്താദ് അവറുകളെ, പ്രിയങ്കരനായ സിദ്ദീഖ് പള്ളിപ്പുഴ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മഹല്ലിനും മസ്ജിദിനും നേതൃത്വം നൽകുന്ന ഭാരവാഹികൾ, സർവോപരി വളരെ താല്പര്യത്തോടെ ഈ ഇൽമിന്റെ മജ്ലിസിൽ എത്തിച്ചേർന്ന സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു തആല നമ്മളിവിടെ വന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിന്റെ പുണ്യം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് പൂർണ്ണ മുഅ്മിനായി മരണപ്പെടുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് തരുമെങ്കിൽ 11 മണി വരെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇൻഷാ അല്ലാഹ് ഈ ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും സകല നന്മയുടെയും കാരണക്കാരിയായ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ചാണ്. പിതാവ് ഒരുപക്ഷേ ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലാഹു തആല ഈ ലോകത്ത് ഈസാ അലൈഹിസ്സലാമിനെ ജനിപ്പിച്ചിട്ടുണ്ട്. അംഗീകൃതമായ വിവാഹത്തിലൂടെ അല്ല എങ്കിൽ പിതൃശൂന്യനായി മക്കൾ അറിയപ്പെടും. എന്നാൽ ഒരു കാരണവശാലും ഉമ്മയില്ലാത്ത ഒരവസ്ഥ ആദം അലൈഹിസ്സലാമിനും ഹവ്വ റളിയല്ലാഹു അൻഹുക്കും ഒഴികെയുള്ള ഒരാൾക്കും ലോകത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സകല നേട്ടങ്ങളുടെയും കാരണക്കാരിയാണ് ഉമ്മ. ഒരുപക്ഷേ ഈ ഇരിക്കുന്നവരുടെ പലരുടെയും ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഈ പരിസരങ്ങളിലോ ഏതെങ്കിലും പള്ളിയുടെ ചുറ്റുപാടുകളിലോ 6 അടി മണ്ണിന്റെ താഴെ മക്കളായ നിങ്ങളുടെ ദുആയും കാത്ത് അവർ കിടക്കുന്നുണ്ടാകും. ആത്മാക്കളുടെ ലോകത്ത് നിങ്ങൾ വരുന്നതും കാത്ത് ബർസഖിയായ ലോകത്ത് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ജീവിതകാലത്തും ശേഷവും അവരോട് മക്കളായ നമ്മൾ കാണിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും ഈമാനോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം രാജ്യത്തിന്റെ നിയമ സംഹിതകളിൽ ഇന്ന് അതും ഇടം പിടിച്ചിട്ടുണ്ട്. വൃദ്ധരെ, വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത്. ബസ്സിൽ കയറിയാൽ അവർക്ക് സീറ്റ് റിസർവ്ഡ്. ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോ വൃദ്ധജനങ്ങൾക്ക് അതിൽ പൈസ കുറവ് കിട്ടും. പല ആനുകൂല്യങ്ങളും, വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. ആ അടിസ്ഥാനത്തിലല്ല, ഈമാനോടുകൂടെ അവരോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കേണ്ടവരാണ് നമ്മൾ. ഇത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്. നമ്മളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം, നോമ്പ്, ഈ പള്ളി ഉണ്ടാക്കുക, പരിപാടി നടത്തുക, ഇതൊക്കെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ല, ഈ ഇബാദത്തിന്റെ ഗൗരവം എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഇബാദത്ത് ചെയ്യാറുണ്ടല്ലോ, ആ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഇത് വേണം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് പറയുന്നു, ലാ തുഖ്ബലു സലാസത്തുൻ ഇല്ലാ മഅ സലാസ. 3 കാര്യങ്ങളില്ലാതെ 3 കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഒന്ന് അസ്സലാത്തു ഇല്ലാ മഅ സക്കാ. നിസ്കാരം സ്വീകരിക്കപ്പെടൂല സക്കാത്തോടുകൂടെ അല്ലാതെ. ചില ആളുകൾ വലിയവരാണെന്ന് നമ്മൾ കരുതാറുള്ളത്, നല്ലവരാണെന്ന് നമ്മൾ തീരുമാനിക്കാറുള്ളത് അയാളുടെ നിസ്കാരം പരിഗണിച്ചായിരിക്കും. ബാങ്ക് ബാലൻസ് ഉള്ളയാൾ, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളയാൾ അത് കൊടുത്തു വീട്ടുന്നില്ലെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല.
കാരണം അല്ലാഹു സക്കാത്തിനെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നിസ്കാരത്തോട് ചേർത്തിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. വഅഖീമുസ് സ്വലാത്ത വആതുസ് സക്കാത്ത്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുകയും വേണം. സൂറത്തുൽ ബഖറയുടെ തുടക്കം എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള നേർമാർഗ ദർശനമാകുന്നു. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ ജ്ഞാനങ്ങൾ കൊണ്ട് സമ്പൂർണമായും വിശ്വസിക്കുന്നവരാണ്. പിന്നെ അവരുടെ സവിശേഷത വയുഖീമൂനസ് സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. തീർന്നില്ല. വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നവരാണ്, അഥവാ അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. അവ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കൂടെ സക്കാത്ത് ഉണ്ടായേ മതിയാവൂ. രണ്ടാമത്തെ കാര്യം ഇത്വാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇത്വാഅത്തിർ റസൂൽ. ഒരാൾ അല്ലാഹുവിന് വഴിപ്പെടുന്നയാളാണ്, പക്ഷെ അയാൾ റസൂലിന് വഴിപ്പെടുന്നില്ല. അത് സുന്നത്താണല്ലോ, അതല്ലെങ്കിൽ അത് ഹദീസിൽ പറഞ്ഞതാണല്ലോ, ഖുർആനിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും മുടന്തം ന്യായങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കിയാൽ പടച്ചവനുള്ള വഴിപ്പെടലിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം ഖുർആനിൽ നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം എന്ന് പറയുമ്പോ തൊട്ടുടനെയായി പറയുന്നത് അല്ലാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഖുർആൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തന്ന എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകിയ ലോകത്തിന്റെ സകലമാന ഗുണങ്ങളും ഈ ലോകത്ത് അവതരിപ്പിച്ച എല്ലാ നന്മകളിലേക്കും ലോകത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെടാതെ അല്ലാഹുവിന് വഴിപ്പെടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തതോ ശുക്റുല്ലാഹ്, അല്ലാഹുവിനുള്ള നന്ദി അല്ലാഹു സ്വീകരിക്കും. എന്താ അല്ലാഹുള്ള നന്ദി എന്ന് പറഞ്ഞാൽ? എന്ത് അമലും അല്ലാഹുള്ള നന്ദിയാണ്. ഏത് സൽക്കർമ്മവും പടച്ചവനുള്ള നന്ദിയാണ്. ഏത് ദുഷ്കർമ്മവും അല്ലാഹുവിനോടുള്ള നന്ദി കേടാണ്. അൽഹംദുലില്ലാഹ്, ആ വാക്ക് അല്ലാഹുള്ള നന്ദിയാണ്. റുക്കൂ നന്ദിയാണ്, സുജൂദ് നന്ദിയാണ്, നിസ്കാരം നന്ദിയാണ്, ഈരുത്തം നന്ദിയാണ്. പക്ഷെ ഇതൊന്നും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. ഇല്ലാ മഅ ശുക്രി വാലിദൈഹി, ഈ ലോകത്തേക്ക് നീ ജനിക്കുന്നതിന്റെ കാരണക്കാരായ നിന്റെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യാതെ അല്ലാഹു നിന്റെ നന്ദിയെ സ്വീകരിക്കില്ല. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, നീ എനിക്ക് നന്ദി ചെയ്യാ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യാ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഗൗരവമാണല്ലോ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത്, നമ്മളൊക്കെ ഈ ഇരിക്കുന്നവരിൽ അധിക പേരും വാപ്പാര്, അതല്ലെങ്കിൽ വാപ്പാരാവാൻ ആഗ്രഹിക്കുന്നവര്, അപ്പുറത്ത് ഈ സ്ക്രീനിൽ വാള് കാണുന്ന സ്ത്രീകൾ, ഉമ്മമാർ, അവരധികവും മാതാക്കൾ, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നവർ, പേരക്കിടാങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, എന്റെ മകൻ എന്നെ അനുസരിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാരുള്ളത്? ഇല്ല. എന്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കരുത്, അവനോട് മോശമായി പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാരും ആഗ്രഹിക്കണ്ട.
എന്റെ മോൻ എന്നെ സ്നേഹിക്കണം, അവൻ എനിക്ക് വേണ്ടത് തരണം, ഞാൻ പറഞ്ഞവൻ അനുസരിക്കണം, എന്റെ ഈ വാർദ്ധക്യകാലത്ത് അവൻ എന്നെ സംരക്ഷിക്കണം. എന്തിനാണ് പറയണം? 2 വയസ്സായ മക്കൾ വരെ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഷ്യം എത്രയായിരിക്കും? ചെറിയ മോനെ 2 വയസ്സും ആവണ്ട, ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഉമ്മമാരുടെ അടുക്കൽ നിന്ന് അടി മേടിക്കാറുണ്ട്. എന്തിന്? കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ട് നിർത്താത്തതിന്റെ പേരിൽ. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ ഈ വിചാരിക്കുന്ന എന്നെ കുറിച്ച് അങ്ങനെ കരുതിയിരുന്ന, അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന എന്റെ ഉമ്മയെ ഞാൻ അനുസരിക്കാറുണ്ടോ? അവർക്ക് ഞാൻ സ്നേഹം പകർന്നു നൽകിയിട്ടുണ്ടോ? എന്റെ വാപ്പാക്ക് വേണ്ട സ്നേഹവും കാരുണ്യവും അവരുടെ ജീവിതത്തിലോ ജീവിതാനന്തരമോ ഞാൻ നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ. പിന്നെ നമ്മളുടെ ഈ വിചാരം കൊണ്ടെന്ത് ഫലം? നമ്മൾ സ്വാർത്ഥരാവരുത്, അഥവാ അവനവന്റെ കാര്യം മാത്രം നോക്കുന്നവരാകരുത്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കണ്ണുകൾ കുഴിഞ്ഞുപോയ, തൊലി ചുളിഞ്ഞുപോയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, വാർദ്ധക്യത്തിലേക്ക് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് എങ്കിൽ അവരെ നമ്മൾ അവമതിക്കുകയാണ് എങ്കിൽ, അവരോട് നമ്മൾ ക്രൂരമായോ മോശമായോ പെരുമാറുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലാ തുഖ്ബലു സ്വലാത്തു സാഖിതി അലൈഹി അബവാ ഗൈറ ളാലിമീന ലഹു. മാതാവും പിതാവും അവരെ ആക്രമിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. മാതാവിനെയും പിതാവിനെയും അവൻ ആക്രമിച്ചിട്ടില്ല. പക്ഷേ എന്തോ കാരണത്താൽ അവനോട് കോപത്തിലാണ്. ദേഷ്യം പിടിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കാരണമൊന്നും വേണ്ട. ചിലപ്പോ ഒന്ന് നോക്കിയാൽ മതിയാവും, ചിലപ്പോ ഒന്ന് നോക്കാതിരുന്നാൽ മതിയാവും. നിസ്സാര കാരണങ്ങൾ മതി. എന്തെങ്കിലും കാരണത്താൽ ഉമ്മായുടെയോ ബാപ്പായുടെയോ മനസ്സിൽ കോപമുണ്ട് എങ്കിൽ പിന്നെ ഇവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഇത് ഗൗരവമാണ്, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. കാരണം സൗകര്യങ്ങൾ കൂടി, എല്ലാ സംവിധാനങ്ങളുമായി. ഒറ്റയ്ക്ക് താമസിക്കാൻ വേഗത്തിൽ മക്കൾക്ക് കഴിയുന്നു, വേഗത്തിൽ കുടുംബസമേതം ഗൾഫിലേക്ക് പറക്കാൻ കഴിയുന്നു. ഇവിടെ അവഗണന കൂടി വരുന്ന കാലഘട്ടമാണ്. അതാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. ഇല്ല, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നതിയായി, മഹത്വമായി ഖുർആനിന്റെ അമരധ്വനി നമ്മുടെ മുമ്പിൽ മുഴങ്ങുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിത സുഹൃത്ത് വൈകുന്നേര സമയത്ത് അസ്തമാന സൂര്യന്റെ ചെങ്കതിരുകളും കടലിന്റെ ആടുന്ന അലറുന്ന തിരമാലകളും ആസ്വദിച്ച കടൽ തീരത്തിങ്ങനെ ഇരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ. കുറച്ചപ്പുറത്ത് വേറെ ഒരാൾ ഇങ്ങനെ വന്നിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ചിരിച്ചു, സംസാരിച്ചു. നിങ്ങൾ എവിടുത്തുകാരനാണ്? അയാൾ പറഞ്ഞു, ഞാൻ കോട്ടയത്തുകാരനാണ്. ആളൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ഇന്നയാളാന്ന് ഇയാളും പറഞ്ഞു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചു. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു ജ്വല്ലറി നടത്തുന്നു. താമസം എവിടെയാ? താമസിക്കുന്ന സ്ഥലം പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളുമുണ്ട്. അവരിവിടെ പഠിക്കാണ്. അമ്മയില്ലേ? അയാൾ പറഞ്ഞു, അമ്മ ഇല്ല. അതെന്തേ? അമ്മ കോട്ടയത്താണ്, അമ്മ ഇങ്ങോട്ട് വരാറില്ലേ? ഇല്ല. എന്തേ? അമ്മയുമായി ഞാൻ പിണക്കത്തിലാണ്. എന്താ കാര്യം? ഭാര്യയോ അമ്മയും യോജിച്ചു പോകില്ല. ചില ആളുകളുണ്ടല്ലോ, ആ മനസ്സിന്റെ കവാടം ചെറുതായിട്ടൊന്ന് മുട്ടിയാൽ മതി, അങ്ങ് തുറന്നു തരും നമ്മുടെ മുമ്പിൽ എന്നതുപോലെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കവാടം തുറന്നു. അമ്മയുമായുള്ള വഴക്ക് പറഞ്ഞു, അമ്മയുമായുള്ള പിണക്കത്തിന്റെ കാരണങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് ഈ പണ്ഡിത സുഹൃത്ത് പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്കത് പാടില്ലല്ലോ. അതെല്ലാരും എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്കത് പാടില്ല, ഞങ്ങളുടെ മതം അതിനനുവദിക്കുന്നില്ല, അത് ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. മതത്തിൽ അങ്ങനെയുണ്ടോ? ഉണ്ട്. എന്താണ്? ഈ കൂട്ടുകാരൻ ഓതിക്കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ يبلغن
عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. കോട്ടയത്തുകാരന് ഇനിയും കേൾക്കണം, അതിന്റെ അർത്ഥമറിയണം, അതിന്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് പണ്ഡിതനായ ഈ കൂട്ടുകാരൻ കോട്ടയത്തുകാരനെ കൊണ്ടുപോയപ്പോൾ സമയം കൂടുതൽ വേണ്ടി വന്നില്ല. മാതാവിനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ദീനിലല്ലാത്ത മറ്റേത് മതത്തിലുണ്ട്. വെല്ലുവിളിയൊന്നുമല്ല കേട്ടത്. മറ്റു മതങ്ങളിൽ ഉമ്മയെ ബഹുമാനിക്കണ്ട, വാപ്പയെ ബഹുമാനിക്കണ്ട എന്നുണ്ട് എന്നല്ല, പക്ഷെ ഇത്ര വിശദമായി ഈ കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം ഇത്ര ഹൃദ്യമായി എവിടെയുള്ളത്? എന്താ പറഞ്ഞത്? വഖളാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്. എന്ത്? അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ നീ ആരാധിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. ഇനി എന്താ അത് വേണ്ടത്? അതിലപ്പുറം വേറെ വല്ല വിധി ഉണ്ടോ? അത് പടച്ചോൻ വിധിച്ചതല്ലേ എന്നായിരിക്കും അല്ലെ. നമുക്ക് പടച്ചോന്റെ വിധിയെ പ്രശ്നമില്ലാത്തുള്ളൂ. ഹെൽമെറ്റ് വെക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയാ ഫൈന്? 150. എത്രയാണ്? 100. അത് ഭയങ്കര പേടിയാണ്. യാ അല്ലാഹ്, അത് കോടതിയുടെ വിധിയാണ്, അതിനൊക്കെ വലിയ ബേജാറാണ്. എല്ലാ വിഷയത്തിലും പടച്ചോന്റെ വിധി അത് ഇപ്പോഴൊന്നും കാണൂലല്ലോ എന്നുള്ളതാണ്. അല്ലാഹു പടച്ചോനെ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ എങ്ങനെ ആ ഇബാദത്ത് വേണം എന്നിവിടെ അല്ലാഹ് പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? ആ ഇബാദത്തിന്റെ അടുത്ത രൂപം വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാവിനോടും പിതാവിനോടും ഗുണപരമായ രീതിയിൽ വർത്തിക്കണമെന്നും അല്ലാഹു തമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയാണ്, അവൻ വിധിച്ചിരിക്കുകയാണ്. ഈ വാക്ക് ശ്രദ്ധിച്ചോങ്ങള്. സാധാരണ ഉമ്മാക്ക് അറബിയിൽ എന്താ പറയാ? ഇങ്ങോട്ട് പറയും, ഉമ്മുൻ. 1ാം ക്ലാസ്സിൽ ചേരാത്ത അൽബിറിൽ പഠിക്കുന്ന മക്കൾക്കറിയാം ഉമ്മുൻ എന്നാ പറയാ. എല്ലാ ഭാഷയിലും ഒരു മീം ഉണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ എന്താ പറയാ? മം അല്ലെങ്കിൽ മദർ. ഉറുദുവിൽ പറയും മാ, അമ്മി എന്നൊക്കെ പറയും. അമ്മി ഉമ്മാക്ക് പറയാം അമ്മി. പിന്നെന്താണ് പാശ്ചാത്യൻ സ്റ്റൈലിൽ ഉമ്മായ വിളിക്കുന്നവർ എന്താ വിളിക്കുക? മമ്മി എന്നാ വിളിക്കുക. അവിടെ അങ്ങനെ വിളിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഏത് ഭാഷ എടുത്ത് നോക്കിയാലും ഒരു മീമുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ഒരു കുഞ്ഞ് ആദ്യമായി പറയുന്ന ഉച്ചരിക്കുന്ന അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ടത് മാ എന്നുള്ളതായിരിക്കും. ചുണ്ടുകൾ കൂട്ടിയിട്ട് വരുന്ന ശബ്ദമാണല്ലോ മാ മാ. അങ്ങനെ ആയിരിക്കണം ഉമ്മ. ഖുർആനും അത് പറഞ്ഞു ഉമ്മ. പക്ഷെ ഇവിടെ പറഞ്ഞത് ഉമ്മ എന്നല്ലല്ലോ. പിന്നെന്താ പറഞ്ഞത്? വബിൽ വാലിദൈൻ, ഉമ്മാക്ക് വാലിദത്ത് എന്ന് പറയും, വാപ്പാക്ക് വാലിദ് എന്ന് പറയും, കുട്ടിക്ക് വലത്. മൗലൂദ്, മൗലിദ്. മൗലിദ് ജനിച്ച ദിവസത്തിന് മൗലിദുർ റസൂൽ, റസൂലുള്ളാഹിയുടെ ജന്മസ്ഥലത്തിന് അല്ലേ? ഇതൊക്കെ എങ്ങനെ വന്നു? എങ്ങനെ ഉമ്മാക്ക് വാലിദത്ത് എന്ന് വന്നു? ഇത് ഉണ്ടായ വാക്ക് വിലാദത്ത് എന്ന വാക്കാണ്. വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ? ചിന്തിക്കുക, ഈ ലോകത്ത് ഒരാൾ മറ്റൊരാൾക്ക് ത്യാഗം സഹിക്കാതെ ഈ ലോകം മുന്നോട്ട് പോകില്ല. എന്താണെങ്കിലും നമ്മളിങ്ങനെ പറയും, ഓ ഞാൻ അവനക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ ഒരു ക്രമം അങ്ങനെയാണ്. ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരാൾ, സംഭവം നമ്മൾ അയാൾക്ക് ആ ഓട്ടോക്ക് വാടക കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൻ നമുക്ക് വേണ്ടി ഒരു ത്യാഗം സഹിക്കുക. അത് ലോകത്തിന്റെ ഒരു ക്രമമാണ്. അത് ജോലിയാവട്ടെ സേവനമാകട്ടെ, എല്ലാരും മറ്റാളുകൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാൾക്ക് ഉപകാരം ചെയ്യൂല എന്ന് തീരുമാനിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പള്ളി ഉണ്ടാക്കണം, ഒരു വീടുണ്ടാക്കണം അല്ലെ? എല്ലാം അങ്ങനെയാണ്.
എന്നാൽ ഇതിൽ ഈ ഉപകാരങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം ഏതാന്ന് ചോദിച്ചാൽ എന്താ എന്റെ മറുപടി? എത്ര വയസ്സായി എന്ന് ആലോചിക്കുക. 52 വയസ്സായി, 48 വയസ്സായി, 33 വയസ്സായി, 25 വയസ്സായി. അത്രയും കൊല്ലം മുമ്പൊരു ദിവസത്തിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചുവല്ലോ. കഠിനമായ വേദനകൾ സഹിച്ചുകൊണ്ട്, വളരെ വളരെയധികം വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട്, അതിനേക്കാൾ വലിയ ഒരു ത്യാഗം, അതിനേക്കാൾ വലിയ ഒരു സഹനം ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരാളും സഹിച്ചിട്ടില്ല. ഉമ്മ ഗർഭം ചുമന്നു നിങ്ങളെ, ഉമ്മ പ്രസവിച്ചു നിങ്ങളെ, ഉമ്മ നമ്മെ മുലയൂട്ടി. അത് ഓർമ്മയില്ലല്ലേ നമുക്ക്? ഇന്ന് ഉമ്മയോട് പോവാൻ പറയുമ്പോ, ഉമ്മയെ കാണാൻ നമ്മൾ മടി കാണിക്കുമ്പോ, സ്നേഹത്തോടെ മാതാവിന്റെ കൈകൾ പിടിക്കാൻ നമ്മൾ മടി കാണിക്കുമ്പോ, ഗൾഫിൽ പോകുമ്പോഴും ഉമ്മ ICUവിലാണ്. പക്ഷേ ഞാൻ പോവാതിരിക്കുക എങ്ങനെയാണ്? ഉമ്മയുടെ മരണം കഴിഞ്ഞാ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഉമ്മയെ ഒരിക്കൽ പോലും നോക്കാൻ തയ്യാറാവാതെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എയർപോർട്ടിൽ പോയി ദുബൈയിൽ പോകുന്ന, ഖത്തറിൽ പോകുന്ന ഉമ്മയോട് സ്നേഹമുണ്ടോ എന്ന് സംശയിക്കുന്ന യുവാവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മായുടെ ഗർഭവും പ്രസവവും മുലയൂട്ടലും. അതുകൊണ്ടാണല്ലോ മുത്തു റസൂലിന്റെ മുമ്പിൽ വന്ന് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ അഹഖുന്നാസി ബിഹുസ്നി സുഹ്ബതി, എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് ആരോടാണ്? എനിക്ക് കുറെ ആൾക്കാരുണ്ട് ഇവിടെ, ജ്യേഷ്ഠണ്ട്, അനുജണ്ട്, ഉമ്മണ്ട്, വാപ്പണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും ബന്ധം ഉണ്ടാവേണ്ടത് ആരോടാണ്? ഒന്നാമത് പറഞ്ഞു ഉമ്മുക്ക. പണ്ഡിതന്മാര് പറയുന്നു, കാരണം ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്നല്ലോ. ഗർഭത്തിന്റെ ആലസ്യം നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാവണം. അത് കണ്ടവരായിരിക്കും നമ്മളൊക്കെ. ഭാര്യക്ക് തിരിയാൻ കഴിയില്ല, മറിയാൻ കഴിയില്ല, അവർക്ക് നല്ല ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആ വേവലാതിയോടെ, കണ്ണീരോടെ, ആ പ്രയാസത്തോടെ 10 മാസം നമ്മുടെ സന്താനത്തെ നമ്മുടെ ഭാര്യ ഗർഭം ചുമക്കുമ്പോ അതിന്റെ പ്രതിസന്ധികൾ നമ്മുടെ ഭാര്യയിൽ നമ്മൾ കാണുമ്പോ, അല്ലാ എന്റെ ഉമ്മ എനിക്ക് ഇതുപോലെ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, എന്റെ ഉമ്മ ഇതുപോലെ എനിക്ക് വേദന സഹിച്ചിട്ടുണ്ടല്ലോ, എന്റെ ഉമ്മ ഇതുപോലെ തിരിയാൻ കഴിയാതെ, മറിയാൻ കഴിയാതെ ഛർദിലുകൾ സഹിച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. പിന്നെ ആരാണ് നബിയേ? വീണ്ടും പറഞ്ഞു, ഉമ്മുക്ക നിന്റെ ഉമ്മയാണ്. കാരണം നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചല്ലോ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? പിന്നെയും നിന്റെ ഉമ്മയാ. ആ ഉമ്മയല്ലയോ നിന്നെ മുലയൂട്ടിയത്? തീരൂല കടപ്പാട്. ഇതിനെന്താ നമ്മൾ പകരം നൽകുക? പകരം നൽകാൻ ഒന്നുമില്ല. ഒരാൾ നബിയുടെ മുമ്പിൽ വന്ന് തർക്കിച്ചു, ഒരു മാതാവും ഒരു പിതാവും. ഇന്നിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇടക്കിടക്ക്. പ്രശ്നം എന്താണ്? കുട്ടിയെ എനിക്ക് വേണം എന്നുള്ളതാണ് തർക്കം. ഇന്നുണ്ടാവും ചില ഡൈവേഴ്സ് കേസുകളിലൊക്കെ ഉണ്ടാവും. മോനെ വിട്ടുകിട്ടാനും മോളെ വിട്ടുകിട്ടാനൊക്കെ വലിയ കേസ് ഉണ്ടാവും, അല്ലേ? അപ്പോ നബിയുടെ മുമ്പിൽ വന്നിട്ട് രണ്ടാളും തർക്കിക്കാണ്. വാപ്പ പറഞ്ഞു, എനിക്ക് വേണം എന്റെ മോനെ. അപ്പോ ഉമ്മ പറഞ്ഞു, നബിയെ കൊടുക്കരുത്, ആ കുട്ടിയെ എനിക്ക് വേണം. വാപ്പ പറഞ്ഞു, നബിയെ വലദീ ഖറജ മിൻ സുൽബി, ഇത് എന്റെ കുട്ടിയാണ്. വാപ്പയുടെ അവകാശവാദം, എന്റെ മോനാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലേ, ആ കുട്ടി അയാളുടേതാണെന്ന് അയാൾ പറഞ്ഞു. ശരി, പക്ഷെ അയാൾ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? അയാൾ വളരെ ലഘുവായിട്ടാണ് ആ കുഞ്ഞിനെ ചുമന്നിട്ടുള്ളത്. അയാൾ ആ കുഞ്ഞിനെ എന്നിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അയാളുടെ കാമവികാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കഠിനമായ
കഠിനമായ പ്രയാസം സഹിച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ഗർഭം ചുമന്നത്. വളരെ പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ഈ കുഞ്ഞിനെ മാതാവിന് കൈമാറി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ നമ്മൾ ഓർത്തെടുക്കണ്ടേ? എന്നിട്ട് ആ ഉമ്മയുടെ ജീവിതത്തിൽ നമ്മൾ സാന്ത്വനമായിട്ട് മാറണ്ടേ? ഒരാൾ നബിയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ഉമ്മയോടാണോ ബാപ്പയോടാണോ വലിയ കടപ്പാട് കാണിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അല്ലത്തി ഹമലത്ത് ബൈനൽ ജംബൈൻ, ശരീരത്തിന്റെ രണ്ടു ഭാഗങ്ങൾക്കിടയിൽ നിന്നെ ചുമന്നതാരോ? അല്ലേ? നമ്മളിന്ന് വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഭക്ഷണവും നമ്മുടെ തുടക്കത്തിലെ ഭക്ഷണം ഏതായിരുന്നു? ആദ്യത്തെ ഭക്ഷണം ഏതാ? ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള രക്തം, അതല്ലേ? ഉമ്മ നേർക്കൊരു ചവിട്ട് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ഉമ്മയെ ചവിട്ടുന്നില്ലെങ്കിലും നിലത്ത് ചവിട്ടുന്ന മക്കളെ, നിങ്ങൾ ചവിട്ടാൻ ഉപയോഗിക്കുന്ന ആ കാലുകളുടെ ഒരൽപ്പം മുകളിലായി ഒരടയാളം, ഒരു മുദ്ര അല്ലാഹു നിങ്ങളുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അത് പൊക്കിൽ കൊടിയുടെ അടയാളമാണ്. എന്താ പൊക്കിൽ കൊടി? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളുടെ വളർച്ചക്കാവശ്യമായ രക്തം ആ പൊക്കിൽ കൊടിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നത്, അല്ലേ? റസൂലുള്ള പറഞ്ഞു, വഅർലഅത് ബിസ്സദീൻ, രണ്ട് മുല ഉപയോഗിച്ച് നിന്നെ ഊട്ടിയതാരോ അവർക്കാണ് നീ ഖിദ്മത്ത് ചെയ്യേണ്ടത്. ആരാണത് ഒഴിവാക്കുക? ഇന്നത്തെ തലമുറക്ക് വലിയ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ തലമുറ രണ്ട് കാര്യങ്ങൾക്ക് തയ്യാറാകുന്നില്ല. പ്രസവിക്കുവാനും ഗർഭം ചുമക്കാൻ തയ്യാറാകുന്നുണ്ട്, പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല. അപ്രകാരം മുലയൂട്ടാനും തയ്യാറാകുന്നില്ല. കാസർഗോഡൊക്കെ അതുണ്ടോന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, ഇവിടെ എത്ര പ്രസവം നടന്നു? 20 പ്രസവം. അതിൽ നോർമൽ 1, സിസേറിയൻ 19. കാരണം എന്താ? ഡോക്ടർമാരോട് ചീത്ത പറഞ്ഞ ഡോക്ടർമാരോട് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഇത് ഞങ്ങൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തതല്ല, അവരിങ്ങോട്ട് പറഞ്ഞതാന്ന് പറയും. സിസേറിയൻ ആയിക്കോട്ടെ, എന്നാ 2 or 3 ക്ലോസ് ചെയ്യുമല്ലോ, പ്രസവം നിർത്തുമല്ലോ, അതൊരു സൗകര്യം. മാത്രല്ല വേദന അനുഭവിക്കണ്ടല്ലോ എന്നുള്ള. പഴയ കാലത്തുള്ള ഉമ്മമാര് പറയും, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചതാണ്. ആ നോവ് പോലും അനുഭവിക്കാൻ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ലത്രേ. മറ്റൊന്ന് മുലയൂട്ടലാണ്. ഉമ്മ, നമ്മുടെ മേൽ ഉമ്മാക്ക് മക്കളോടുള്ള ബാധ്യതയിൽ പ്രധാനപ്പെട്ടതാണ് ആ മുലയൂട്ടലിന്റെ, പ്രസവിച്ചതിന്റെ പ്രഥമഘട്ടത്തിലുള്ള പാല് കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നത് നിർബന്ധമാണ്. പണ്ഡിതന്മാര് പറയുന്നു അത് ആദ്യത്തെ 7 ദിവസം വരുന്നതാണ്, ചിലർ പറയുന്നു അത് 10 ദിവസം വരുന്നതാണ്. ഏതായാലും പ്രഥമമായിട്ട് മുലയിൽ നിന്ന് വരുന്ന ആ പാല് കോളസ്ട്രം എന്നാണ് അത് അറിയപ്പെടുക. അതിൽ ഭയങ്കര പോഷകങ്ങളാണെന്നാണ്. ചിന്തിച്ചു നോക്കൂ, ശരീരത്തിന്റെ ഏത് ദ്വാരത്തിലൂടെ വരുന്നതും വേസ്റ്റാണ്. മൂക്കിലൂടെ വരുന്നത്, വായിലൂടെ വരുന്നത്, അപ്രകാരം ഏത് ദ്വാരങ്ങളിലൂടെ വരുന്നതാണെങ്കിലും വേസ്റ്റാണ്. ഏതൊഴികെ? മുലയിലൂടെയുള്ളതൊഴികെ. അല്ലാഹു വലിയ കാരുണ്യം ചെയ്തതല്ലേ അത്? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ച് അവൻ ആദ്യത്തെ 18 മാസത്തിന്റെ ഉള്ളിലാണ് അവന്റെ എല്ലുകളും പല്ലുകളും ഇങ്ങനെ ഉറപ്പുള്ളതായി മാറുന്നത്, അവന്റെ നാഡീവ്യൂഹങ്ങൾ രൂപപ്പെടുന്നത്, അവന്റെ ബുദ്ധി ഉറക്കുന്നത്, അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. എവിടുന്ന അതിനുള്ള ഭക്ഷണം കിട്ടുക? നമ്മളെ പോലെ ചിക്കനും മട്ടനൊക്കെ കഴിക്കാൻ ആ കുട്ടിക്ക് കഴിയോ? പല്ലുണ്ടോ? തൊണ്ട അതിനായിട്ടുണ്ടോ? ഇല്ല. അവന്റെ വായയിലേക്കും തൊണ്ടയിലേക്കും അവന്റെ ആമാശയത്തിലേക്കും അനുയോജ്യമായ എല്ലാ പോഷകങ്ങളുള്ള ഒരേ ഒരു ഭക്ഷണം മാതാവിന്റെ മുലപ്പാല. എന്താ നമ്മൾ പകരം കൊടുക്കുക? അല്ലേ? താലോല പാട്ടുകൾ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ
മറ്റൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. പുതമതിയായി മുത്ത് മുഹമ്മദിൻ തുമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആയിടുമോ? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിലൊന്നാണ് وأطاع الرجل امرأته وأق أمه وأدنى صديقه وأقصى أباه. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് وأطاع الرجل امرأته. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുക. പിന്നെയോ ഉമ്മയെ അവഗണിക്കുകയും ചെയ്യുക. അവന്റെ കൂട്ടുകാരനെ അടുപ്പിക്കുകയും അവന്റെ വാപ്പയെ അവഗണിക്കുകയും ചെയ്യുക. ഞാനിവിടെ വന്നപ്പോൾ സിദ്ദീഖും അതുപോലെ ഫാറൂഖും ഒക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ 100% ഗൾഫിലുള്ള ആളുകളാണ് എന്ന്. ഈ ഇരിക്കുന്നവരിൽ പലരും ഗൾഫ് റിട്ടേണേഴ്സ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മക്കൾ ഗൾഫിലുണ്ടാകും, നമ്മളൊക്കെ ഗൾഫിലായിരിക്കും. ഗൾഫിൽ നമ്മൾ പോകുന്നത് ആങ്കാരത്തോടെയോ ആംഭാവത്തോടെയോ അല്ല. ഒരുപക്ഷേ കല്യാണം കഴിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോകുന്നത് തന്നെ റബ്ബേ എന്റെ ഉമ്മാക്ക് സംരക്ഷണം നൽകണമല്ലോ, എന്റെ വാപ്പാക്ക് സംരക്ഷണം നൽകണമല്ലോ, വാപ്പാക്ക് പ്രായമായല്ലോ. ഗൾഫിലൂടെ നടന്നു പോകുമ്പോ ദുബൈയിലെ മാർക്കറ്റിൽ അവിടെയുള്ള പച്ചക്കറി കടകളിൽ ബക്കാലകളിലൊക്കെ പോകുമ്പോ അവിടെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോ അവർ പറയാറുണ്ട്, മോനെ നീ വന്നിട്ട് എത്ര കൊല്ലമായി? ഞാൻ 3.5 കൊല്ലമായി. നാട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല, 3.5 കൊല്ലമായി നാട്ടിൽ പോയിട്ടില്ല. എന്താ നീ പോവാത്തത് ചോദിക്കുമ്പോ അവൻ പറയുന്നത് എന്റെ വാപ്പ രോഗിയാണ്. വാപ്പാ എല്ലാ ആഴ്ചയിലും വാപ്പാക്ക് ഒരു 500-1000 രൂപയുടെ മരുന്ന് വേണം. ഒരു മാസത്തിൽ 10,000-4,000-5,000 രൂപയുടെ മരുന്ന് വേണം. ഞാൻ നാട്ടിൽ പോയാ നടക്കൂല. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങനെ വാപ്പായ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, അനുജനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊല്ല പ്രിയപ്പെട്ട എത്രയോ ചെറുപ്പക്കാരവിടെ ചോര നീരാക്കി അധ്വാനിക്കുന്നുണ്ട്. പിറന്ന നാടൊന്ന് കാണാൻ പള്ളിപ്പുഴയിലെ പള്ളിയങ്കണത്തിൽ വാള് നടക്കുമ്പോ അവിടെ ഒന്ന് വരാൻ കഴിയാതെ നാടിന്റെ ഓർമ്മകൾ കണ്ണീരോടെ ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കയ്യേറ്റ് സഹായിച്ചുകൊണ്ട് ഗൾഫിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പലപ്പോഴും കല്യാണം കഴിച്ചാൽ അവന് ഭാര്യയായി കഴിഞ്ഞ പിന്നെ ഇതൊക്കെ മറന്നു പോവാണ്. നിങ്ങൾ പറയും ഞാൻ ഫാമിലി സഹിതം ഗൾഫിലാണ് എന്ന്. ചെറുപ്പക്കാരൻ പറയും ഞാൻ ഫാമിലി സഹിതം ഗൾഫിലാണ്. ആരാണ് നിന്റെ ഫാമിലി? നീ പറയും എന്റെ ഭാര്യയും എന്റെ മക്കളും. ഇതാണോ നിന്റെ ഫാമിലി? അല്ല പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീ പറയും നിന്റെ ജ്യേഷ്ഠൻ നോക്കിക്കോട്ടെ, നിന്റെ അനുജൻ നോക്കിക്കോട്ടെ. വേണ്ട വേണ്ട, നിന്റെ ഉമ്മാക്ക് സംരക്ഷണം നൽകാതെ എന്ത് ഫാമിലിയാ നിനക്കുണ്ടാകുന്നത്? ഗൾഫിൽ പോയാൽ പിന്നെ നിരവധി ഫോണുകൾ ചെയ്യും നമ്മള്. ഭാര്യക്ക് ഫോൺ ചെയ്യും. പ്രത്യേകിച്ച് ആ ഗൾഫിൽ നിന്ന് വളരെ കുറഞ്ഞ പൈസക്ക് വിളിക്കാനുള്ള സംവിധാനം ഉണ്ടായപ്പോ, വാട്സാപ്പുകൾ നമുക്കിടയിൽ സജീവമായപ്പോ നമ്മൾ ഇങ്ങനെ ഫോണിൽ വിളിക്കും. ഭാര്യയോട് ചോദിക്കും, അവള് പായസം വെച്ചത് പറയും, അതിലൂടെ ഒരു കാക്ക പാറിപ്പോയത് പറയും, അവിടെ കുട്ടി അവിടെ നിന്ന് വഴുതി വീണത് പറയും. എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും മറക്കപ്പുറത്ത് നിന്നുകൊണ്ട് നിന്റെ സംസാരം കേൾക്കുന്ന, നിന്റെ ഭാര്യ നിന്നോട് കൊഞ്ചിക്കുഴയുന്നത് കേൾക്കുന്ന, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീരുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ പ്രയാസമുണ്ടല്ലോ. ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ, ഉമ്മ നിങ്ങൾക്ക് മരുന്ന് വേണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ, ഉമ്മ ഞാൻ
കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങളുടെ എന്തോ വേദനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, നിങ്ങളത് ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞ അങ്ങനത്തോളെ കുറിച്ചാ. ഭാര്യക്ക് വഴിപ്പെടാ, ഉമ്മയെ അവഗണിക്കുകയും ചെയ്യാ. ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞ എന്താ ഉമ്മയെ കുറിച്ചെന്നറിയോ? സൂര്യൻ എന്നാണ്. സൂര്യൻ. ഉമ്മ സൂര്യൻ തന്നെയല്ലേ? ഉമ്മ ഇല്ലെങ്കിൽ നമുക്ക് ആ വാപ്പുണ്ടോ? ഉമ്മ ഇല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? ഇല്ല. എവിടെയാണ് അല്ലാഹു അത് പറഞ്ഞത്? യൂസുഫ് അലൈഹിസ്സലാം പിതാവായ യാക്കൂബ് നബിയോട് താൻ കണ്ട ഒരു സ്വപ്നം പറയുന്നത്. യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ والشمس والقمر رأيتهم لي ساجدين യാ അബതി എന്റെ പിതാവേ ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. വശംസ വൽ ഖമർ ഞാൻ സൂര്യനെ കണ്ടു, ഞാൻ ചന്ദ്രനെ കണ്ടു. എന്തായിട്ട് കണ്ടു? റഅയ്തുഹും ലീ സാജിദീൻ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഈ 11 നക്ഷത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ സഹോദരന്മാരായിരുന്നു. ചന്ദ്രൻ വാപ്പയായിരുന്നു, സൂര്യനോ ഉമ്മയായിരുന്നു. ശരിയാണ്. ആ ഉമ്മ സൂര്യശോഭയോടെ എത്ര പ്രായമായാലും ഉമ്മ ഒരു തണലാണ്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ഉണ്ടായ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിലമതിക്കുന്നവരാകണം. അത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അതായത് ആ ബന്ധത്തിനാണ് അല്ലാഹു തആല റഹിം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗർഭപാത്രത്തിന് അറബിയിൽ റഹിം എന്നാ പറയാ. കുടുംബ ബന്ധത്തിനും അല്ലാഹു റഹിം എന്നാ പറഞ്ഞിട്ടുള്ളത്. അർഹാം, സിലത്തുർ റഹിം എന്ന് പറയും, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. മനസ്സിലായില്ല? ഏതാ കുടുംബ ബന്ധം? ജ്യേഷ്ഠനോടുള്ള ബന്ധം, അനുജനുമായിട്ട്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്ക ഉമ്മയായിരിക്കും. എന്തേ? അനുജൻ ഗൾഫിൽ പോയി, ജ്യേഷ്ഠനാണെങ്കിൽ കാര്യമായിട്ട് സൗകര്യമൊന്നുമില്ല, അവൻ ചെറിയൊരു കട നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ്. അനുജൻ ഗൾഫിലൊക്കെ പോയി, എന്നിട്ട് വലിയ വകുപ്പൊക്കെ ഉണ്ടായി, അവൻ വലിയ വീടൊക്കെ വെച്ചു, കല്യാണമൊക്കെ കഴിച്ചു. ജ്യേഷ്ഠനെ വീട്ടിലേക്ക് വരുത്താൻ പോലും ഒരു മടി. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെ അവരാകില്ല. അവരകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടുപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. എത്ര അടുപ്പുണ്ടോ ആ അടുപ്പത്തിനനുസരിച്ചാണ് അകൽച്ചയുടെ അകലം കൂടുക എന്നുള്ളതാണ്. ബസ്സിൽ തല്ലുകൂടി 2 പേര്, ഒരു പ്രശ്നമല്ല. അത് കഴിഞ്ഞിട്ട് ഓൻ അവന്റെ പാട്ടേക്കും പോയി, അവൻ കാസർഗോട്ടേക്കും പോയി, നമ്മൾ ഇങ്ങോട്ട് കാഞ്ഞങ്ങാട്ടേക്കും പോയി. കാരണം നമ്മൾ വലിയ അടുപ്പില്ല. ആ കാണുന്ന സമയത്ത് വെറുതെ തല്ലുകൂടാതെ പോന്നാൽ, ഇടി കൂടാതെ പോയാൽ മോശമല്ല എന്നുള്ള നിലക്ക് ചെറുതായിട്ടൊരു ഇടി കൂടി, അത്ര ഉണ്ടാവുള്ളൂ. അതൊരു അകൽച്ച എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. എന്നാ ബന്ധമുള്ളവരങ്ങനെയല്ല. ആ അകൽച്ച എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അകൽച്ചയായിരിക്കും. അല്ലാഹു കാക്കട്ടെ. ബറക്കത്ത് അങ്ങോട്ട് പോകും, വേറൊന്നുമില്ല. സമാധാനം അങ്ങോട്ട് പോകും. അപ്പൊ നമ്മളുടെയൊക്കെ നാട്ടിലുണ്ടാവുമല്ലോ പഴയ ആളുകൾ, നാട്ടിലുണ്ടാവും ഒരു മൂത്ത കാരണവരുണ്ടാവും. ഈ കാരണവരുടെ പ്രത്യേകത എന്തായിരിക്കും? ആ കാരണവരായിരിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും നടന്നത്. മൂത്ത ജ്യേഷ്ഠൻ ഒരു പിതൃതുല്യമായ ഒരു സ്ഥാനം ഒരുക്ക് നൽകും. എന്താ കാര്യം? നമ്മൾ ഗൾഫിലൊക്കെ പോയ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഗൾഫിൽ എത്ര കൊല്ലായി? 30 കൊല്ലായി. എന്നിട്ട് വീടുണ്ടാക്കിയോ? വീടുണ്ടാക്കിയിട്ടില്ല, ഞാൻ തറവാട്ടിൽ തന്നെ താമസിക്കണത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ 3 പെങ്ങന്മാരെ കെട്ടിച്ച കഥ പറയും മൂപ്പര്. എന്നിട്ട് പറയും, അനുജനെ ഞാൻ പഠിപ്പിച്ചു, അവൻ എഞ്ചിനീയറൊക്കെ ഇപ്പൊ ഗൾഫിൽ വന്നിട്ട് നമുക്ക് 1 ലക്ഷം രൂപ ശമ്പളം എന്നൊക്കെ പറയും. അതിന് കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അഭിമാനത്തോടു കൂടെ പറയും. ഇയാളാണെങ്കിലോ, ഇയാള് 10-30 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചിട്ടും ഇയാൾക്കൊരു വീടും ആയിട്ടില്ല, ഇയാളുടെ മക്കളോട്ട് പഠനം കഴിഞ്ഞിട്ടില്ല, ഒന്നിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ദുന്യാവിലാണ് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവും എപ്പോന്നറിയോ? ഇത് ഇയാളൊരു കടപ്പാടായി പറയുമ്പോ അവിടെ പേടി. ഞാൻ അവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവൻക്കൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ടാണ് അടി തുടങ്ങുക. അപ്പോഴാണ് ഉമ്മ കണ്ണീരൊഴുക്കുക. പടച്ചോനെ, എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാടുകളിലൊന്നും. അള്ളാഹു നമ്മുടെ കൂട്ടുകാരെ കാത്തുരക്ഷിക്കട്ടെ. വലിയ ബേജാറാണ്.
കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന ജീവിച്ചാലും മരിച്ചാലും അനുഭവിക്കും. കാരണം ഒരു ഗർഭപാത്രത്തിൽ കിടന്നവരല്ലേ. ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു എല്ലാ സൃഷ്ടികളെയും പടച്ചു, ഹത്താ ഇദാ ഫറഗ മിൻഹും, അങ്ങനെ അതിൽ നിന്ന് അല്ലാഹു തആല വിരമിച്ചപ്പോൾ ഖാമത്തിർ റഹിമു, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ കുടുംബബന്ധം അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ നിന്നോട് മുറിക്കുന്നതിനെ തൊട്ട് കാവൽ തേടാൻ. കേട്ടോളൂ, ജ്യേഷ്ഠനോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ, അനുജനോട് പിണങ്ങിയവരുണ്ടെങ്കിൽ, നിങ്ങൾ കേവലമുള്ള പിണക്കമല്ല, നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ബാപ്പയാണെന്ന് കരുതിയിട്ട് ഈ ഹദീസ് കേട്ടോളൂ. അല്ലാഹു പറഞ്ഞു, അല്ലയോ കുടുംബ ബന്ധമേ, നിനക്ക് തൃപ്തിയല്ലയോ ആരാണോ നിന്നെ ചേർത്തത് അവരെ ഞാൻ ചേർക്കുക, ആരാണോ നിന്നെ മുറിച്ചത് അവരെ ഞാൻ മുറിക്കുക, നിനക്കത് തൃപ്തിയല്ലയോ? അങ്ങനെ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ടുള്ള ഈ ബന്ധത്തിന് സ്നേഹവും സഹായം നൽകിയവന് പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ആ ചേർക്കൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ വിചാരിക്കും, ഓ ഞാനതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് കുറച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ലാഭമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. അതേ സമയത്ത് ആ ബന്ധം മുറിച്ചവന് നിഅമത്തും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണല്ലോ, മാ മിൻ ദംബിൻ അജ്ദർ, അത്ര വലിയ ഒരു പാപമില്ല എന്നുള്ളതാണ്. എത്ര നാടുകളിലാണ് നടക്കുന്നത് അറിയോ? ദൗർഭാഗ്യവശാൽ ഒരയൽവാസികളും ആയിരിക്കും, പിന്നെ പറയും വേണ്ട. ഒരു മതിലിന്റെ അപ്പുറപ്പുറമായിരിക്കും ജ്യേഷ്ഠനും അനുജനും, കണ്ടാ മുണ്ടൂല, മരിച്ചാ മുണ്ടൂല, കല്യാണത്തിനും മുണ്ടൂല. എന്താ ഇപ്പൊ അവിടെ ആന പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല, നിസ്സാരമായ എന്തെങ്കിലും കാരണമായിരിക്കും. നാട്ടുകാർക്കോ ഇതിനെങ്ങനെ ഊതിപ്പെരുപ്പിക്കാൻ വലിയ താല്പര്യമായിരിക്കും. എത്ര കേസുകളാങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ വാളിന്റെയൊക്കെ ഗുണം അതായി മാറും. ഒരൊറ്റ സലാമത്തിരുന്ന് എത്രയോ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു സലാമത്തിരുന്ന പ്രശ്നങ്ങൾ നമുക്കിടയിൽ പലതുണ്ടാവും. ആ സലാം പറയണത് അടുത്ത പ്രശ്നമുള്ളൂ. സലാം അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതിന്റെ ഒന്നും ആവശ്യം ഒരു പക്ഷെ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ദുനിയാവിൽ നിന്ന് തന്നെ വേഗത്തിൽ ശിക്ഷ നൽകാൻ കാരണമായ ഏറ്റവും വലിയ പാപങ്ങളിൽ പ്രധാനപ്പെട്ടതാ ഖാതിഉർ റഹിം, കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നയാൾ. അപ്പൊ എന്തേ കാരണം? അത് നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടുണ്ടായതുകൊണ്ടാണ്. അതുണ്ടാവരുത്. ഇന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളം വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും പണമുള്ളവരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടോ, ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളെ കാണുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്തുമ്മയോട് ചോദിച്ചു ചെയ്യാം, എല്ലാം ഉമ്മാന്റെ പൊരുത്തം അല്ലേ? ഇന്ന് ഭാര്യ പറയാണ്, നിങ്ങളുടെ ആ തള്ളയുടെ കൂടെ നിൽക്കാൻ വയ്യ, അത് കാരണത്താൽ വാടക വീട്, അത് കാരണത്താൽ വേറെ വീട്. ബർക്കത്തുണ്ടാവില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ വലുതായി നിങ്ങളോടങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥ, വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ കൂടിയാണ്. അല്ലാഹു പ്രായം നൽകിക്കഴിഞ്ഞാൽ പിന്നെ കീഴ്മേൽ മറിക്കൂന്നാണ്. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മളൊക്കെ യുവാക്കളാണ്, പരിചയ സമ്പന്നത കുറവാണ്. നിങ്ങളുടെ ഉമ്മായുടെ, നിങ്ങളുടെ അമ്മായി ഉമ്മയുടെ ആ തലമുടി നരച്ച ആ നിറം മാറിയ അവസ്ഥയുണ്ടല്ലോ, അതവരുടെ പരിചയ സമ്പന്നതയുടെ നിറമാണ്. അവരുടെ ശരീരത്തിലുള്ള ചുളിവുകൾ കാലമേൽപ്പിച്ച ചുളിവുകളാണ്. നമ്മൾ അവരുടെ വർത്തമാനം കേൾക്കുമ്പോ ഒരു പക്ഷേ ഇവർക്ക് ആധുനിക കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയില്ലേ എന്ന് കരുതി അവരെ നമ്മൾ അവമതിക്കരുത്. വലിയ ബേജാറാണ്. ഞാനൊരു ചെറുപ്പക്കാരന്റെ ഓട്ടോയിൽ കയറി എന്റെ നാട്ടിലുള്ള, അപ്പൊ ആ ഓട്ടോക്കയാൾ പേരിട്ടിരിക്കുന്നത് മക്യാമ എന്നാണ്. സാധാരണ ഓട്ടോക്ക് ജന്നത്തുൽ ഫിർദൗസ് എന്നും
തൗഫീഖ് എന്നും അങ്ങനെയുള്ള ഓരോ പേരുടെ അല്ലെങ്കിൽ മക്കളുടെ പേരൊക്കെ ഇടുമ്പോ ഇയാള് പേരിട്ടിരിക്കുകയാണ് മക്കിയാമ. ഞാൻ ചോദിച്ചു, അല്ല ഇതെന്താ ഇങ്ങനെ ഒരു പേര്? ആളിനോട് പറഞ്ഞു അതിന്റെ ഉമ്മായുടെ പേരാണ്. സംഭവം എന്താ? എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മ, ആ ഉമ്മയാണ് എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയത്, കാരുണ്യം നൽകിയത്. ആ ഉമ്മ എന്റെ വാപ്പ എന്നോട് വിട പറഞ്ഞു പോയതിനു ശേഷം ആ ഉമ്മ അയാളെ നോക്കാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ കണ്ണീരോടെ അയാൾ എന്നോട് പറഞ്ഞു. ഒരാളുടെ ഫോണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിൽ സ്ക്രീൻ സേവർ ആയിട്ടുണ്ട് ഒരു വൃദ്ധ. ഇനിയിപ്പോ നാളെല്ലാവരും ഉമ്മാന്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ സേവർ ആക്കണം എന്നല്ല, അന്വേഷിച്ചപ്പോൾ അയാളുടെ ഉമ്മയാണ്. ഉമ്മയോടുള്ളൊരു സ്നേഹം അത് പ്രകടിപ്പിക്കണം, അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ഉമ്മാക്ക് തോന്നുകയും വേണം. എന്താ നിങ്ങൾ പകരം നൽകുക? അല്ലേ? ആ തണലിന്റെ വിലയറിയണമെങ്കിൽ ഉമ്മ നഷ്ടപ്പെടണം. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയൂ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കാരുണ്യക്കടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വേദന അറിഞ്ഞ ആളായിരുന്നു. അബവാഇന്റെ തീരത്ത് ആമിന ബീവി 6 വയസ്സായ കുഞ്ഞുമോനെ ഉമ്മു ഐമന്റെ കയ്യിലേൽപ്പിച്ച് വിട പറയുമ്പോൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മദീനയുടെ തെരുവിലൂടെ നടന്നു പോവുകയാണ് റസൂലുള്ളാഹി തങ്ങൾ ഒരു കണ്ടു. ഏതാനും ഒരു കബറങ്ങ് തോന്നിക്കുന്ന ഒരു ഭാഗത്തുകൂടെ അവിടുന്ന് നടന്നു. സ്വഹാബികൾ പറയാണ്, നബിയുടെ പിന്നാലെ ഞങ്ങളും ചെന്നു. അങ്ങനെ റസൂലുള്ള കരഞ്ഞു. ബക്കൈന, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. നബി ഞങ്ങളോട് ചോദിച്ചു, സ്വഹാബ നിങ്ങൾ എന്തിനാണ് കരഞ്ഞു പോയത്? അവിടുന്ന് പറഞ്ഞു, യാ ഹബീബല്ലാഹ് ബക്കൈത ഫബക്കൈനാ. നബിയെ നിങ്ങൾ കരഞ്ഞു, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. നിങ്ങൾ എന്തിനു കരഞ്ഞു? അവിടുന്ന് പറഞ്ഞു, ഹാദാ ഖബ്റു ഉമ്മി ആമിന. ഹബീബായ റസൂലുള്ളാഹിക്ക് ഏകദേശം 6 വയസ്സാകുന്നത് വരെ മാത്രം അവിടുത്തെ സ്നേഹം നൽകാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറാണിത്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. തണലറിയണം. ഉമ്മല്ലെങ്കിൽ അതറിയും, വാപ്പല്ലെങ്കിൽ അതറിയും, ആ സങ്കടം അറിയും. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഉമ്മല്ലെങ്കിൽ എന്താണ് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയായിട്ടുണ്ടാവുക? അതുകൊണ്ടാണ് എന്നാലും നമ്മളൊക്കെ എത്ര വലുതായാലും നമ്മളുടെ നമ്മളൊക്കെ നമ്മുടെ ഉമ്മാക്ക് ചെറിയ കുട്ടികളാണ്. ആ സ്നേഹത്തിന് എന്ത് പകരം നൽകും? പ്രത്യേകിച്ച് വിദേശത്ത് പോകുമ്പോ നിങ്ങൾ കേൾക്കാറില്ലേ, ഉമ്മ എന്താ ചോദിക്കുക? നീ എപ്പോഴാ വരുന്നത്? അല്ലേ? ഉമ്മയുടെ ചോദ്യതാണ്, നീ എപ്പോഴാ വരുന്നത്? നിന്റെ അയൽവാസി പോകുമ്പോ, നിന്റെ റൂംമേറ്റ് പോകുമ്പോ നിനക്ക് വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മയുടെ സ്നേഹമുണ്ടല്ലോ. എനിക്ക് തോന്നാറുണ്ട് മലയാളത്തിൽ ഉമ്മയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയ ആള് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പരീക്ഷക്ക് എഴുതി വിജയിച്ചവരെ ഞാൻ ചോദിക്കണില്ല, പരീക്ഷ എഴുതിയവരെന്ന് കൈപ്പൊക്കിക്കെ. പാത്തുമ്മയുടെ ആട് പരീക്ഷ എഴുതിയവരെന്ന് കൈപ്പൊക്കിക്കെ. ഒരാളെ പാത്തുമ്മയുടെ ആട് പരീക്ഷക്ക് എഴുതിയിട്ടുള്ളൂ, 2 ആളായി. ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എന്നാലും കുറവാട്ടോ. ഒക്കെ ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നുണ്ട് അല്ലേ? അതോ 10 എത്തല് ജൈനമ്പന്നെ വിസ വന്ന് പോകലാണോ? അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. പാത്തുമ്മയുടെ ആട് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ 10ലുണ്ടോ? അത് മക്കളെ 10ാം ക്ലാസ്സിലുള്ള ഉണ്ടോ? ഇപ്പൊ 10ലുണ്ടോ? അത് ഇല്ല, ഇപ്പൊ 10ലില്ല. പാത്തുമ്മയുടെ ആടിലാണ് ഉമ്മയെ കുറിച്ച് രസകരമായിട്ട് ബഷീർ എഴുതിയിട്ടുള്ളത്. ബഷീർ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഒരിക്കൽ ബഷീർ ഇങ്ങനെ ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ വന്നു, മോനെ ഒരു 5 രൂപ വേണം. അപ്പൊ ബഷീർ വേഗം 5 രൂപ എടുത്തു കൊടുത്തു. ഉമ്മ കരഞ്ഞു. അപ്പൊ ബഷീർ കരുതി 5 രൂപ ഞാൻ കൊടുത്തതിന്റെ സന്തോഷം കൊണ്ട് കരയാണ്. ഉമ്മ എന്തിനാ കരയുന്നത്? എടാ നിന്നോട് എനിക്ക് 10 രൂപ ചോദിക്കാൻ പറ്റിയില്ലല്ലോ, അത് ചോദിച്ചാൽ നീ എനിക്ക് അത് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരഞ്ഞു എന്നാണ് ബഷീർ പറയുന്നത്. പക്ഷേ ആ ഉമ്മയുടെ സ്നേഹം ബഷീർ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും.
ബഷീറിന്റെ ഒരു പുസ്തകമാണ് ഓർമ്മക്കുറിപ്പ്. അതിലാദ്യത്തെ കഥ അമ്മ. ബഷീർ കഥാകാരനാണല്ലോ. ഉമ്മയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നാട്ടിൽ നിന്ന് വൈക്കത്ത് നിന്ന് ഓരോ ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതി ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ കിറ്റ് ഇന്ത്യയിലൊക്കെ പങ്കെടുത്തിട്ട് ഇങ്ങനെ പോവാണ്. പോയിട്ട് അയാളെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിടിക്കും എന്നുള്ളത് കൊണ്ട് മൂപ്പര് ഹിമാലയത്തിലും വേറെ ഓരോ നാടുകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിനിടയിൽ അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ദൂരെ ഏതോ ദേശത്ത് കഴിയുന്ന മകന് അമ്മ എഴുതുകയാണ്, മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അക്ഷരവടിവില്ല, വ്യാകരണമില്ല, എന്നാലും മകൻ കാണാനുള്ള അമ്മയുടെ മോഹം ആ വരികളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബഷീർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഉമ്മയെ പോയിട്ടൊന്ന് കാണണം. ആരും കാണാതെ രാത്രി 3 മണിക്ക് ബഷീർ വൈക്കത്തെത്തി. അവിടെ നിന്ന് 7 നാഴിക അപ്പുറത്തുള്ള തലയോല പറമ്പിലേക്ക് ബഷീർ നടന്നു. അങ്ങനെ നടന്ന് ബഷീർ തലയോല പറമ്പിലെത്തി. ഇരുട്ടാണ്. അങ്ങനെ എത്തി, വീടിന്റെ പറമ്പിലെത്തി. വീടിന്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയപ്പോ വാതിൽ പഴുതിലൂടെ ബഷീർ കാണുകയാണ്, വിളക്കും കത്തിച്ചു വെച്ച് ചോറും വിളമ്പി വെച്ച് ഉമ്മ കാത്തിരിക്കുന്നു. ബഷീർ വാതിലിൽ മുട്ടി. ഉമ്മ വാതിൽ തുറന്നു. വെള്ളം കൊടുത്തു പറഞ്ഞു, മോനെ കൈ കഴുക്. മകൻ കൈ കഴുകി. ചോറിങ്ങനെ കഴിക്കുമ്പോ ഉമ്മയോട് ബഷീർ ചോദിച്ചു, ഉമ്മ, ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? മോനെ, ഞാൻ ഇന്ന് വരുമെന്ന് കരുതിയിട്ട് ഓരോ ദിവസവും ഇതുപോലെ ഭക്ഷണം വിളമ്പി വെച്ച് നിനക്ക് ഞാൻ കാത്തിരിക്കാറുണ്ട്. ചിന്തിച്ചു നോക്കൂ, അനുഭവമാണ്. ദാറുൽ ഹുദയിൽ ഞാൻ പോകുന്നത് 10ാമത്തെ വയസ്സിലാണ്. അങ്ങനെ 12 കൊല്ലം ദാറുൽ ഹുദയിൽ നിങ്ങളുടെ പരിസരത്തുണ്ടല്ലോ, മലബാർ ചട്ടഞ്ചാലുണ്ടല്ലോ, ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളായ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ കോളേജ് ഉണ്ടല്ലോ. എന്നതുപോലെ ദാറുൽ ഹുദയിൽ ഞങ്ങൾ പോകുന്നത് 12 കൊല്ലം അവിടെ പഠിച്ചു. ഇടക്കിടക്ക് ഉമ്മയുടെ അടുക്കൽ വന്ന് പറയും, ഉമ്മ ഞാൻ പോരാണ്. പക്ഷേ ഉമ്മ ഒരിക്കലും സമ്മതിക്കാറില്ല. ഓരോ മാസം ഞാൻ ലീവിന് വരുമ്പോഴും എന്റെ ഉമ്മ എനിക്ക് വേണ്ടി വെള്ളമൊലിച്ച ഒരു മിഠായി തരും, ഉറുമ്പരിച്ച ഒരു ഹലുവയുടെ കഷ്ണം തരും. വീട്ടിലേതെങ്കിലും വിരുന്നുകാര് വരുമ്പോ അത് ഉമ്മ നമുക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതാണ് ഉമ്മയുടെ സ്നേഹം. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. അല്ലാഹു ഉമ്മാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ദഅവത്തുൽ വാലിദത്തി അസ്റഉൽ ഇജാബ. ഉമ്മയുടെ ദുആ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ദുആയാണ്. കാരണം ഹിയ അർഹമു മിനൽ അബി, വാപ്പയേക്കാൾ കരുണാവാരിധിയാണ് ഉമ്മ എന്ന് മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയാണോ നിങ്ങളുടെ മക്കളോട് വലിയ കാരുണ്യം കാണിക്കുക? ചിന്തിച്ചു നോക്കൂ. ഉദാഹരണം, ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും ഉണ്ട്. അനുജൻ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം സൗകര്യമുണ്ട്. അപ്പൊ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും അനുജൻ ഗൾഫിൽ പോയിട്ടാണ് ഉഷാറായി തോന്നുന്നുണ്ട്. ഏതായാലും അനുജൻ ഗൾഫിലൊക്കെ പോയിട്ട് വളരെ ഉഷാറായി. ജ്യേഷ്ഠ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. വിസക്ക് 1-2 കൊടുത്തു നോക്കി, എവിടെയും ശരിയായില്ല. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഉണ്ടാവും വാപ്പ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ കടയിൽ കച്ചവടമൊക്കെ നടക്കുന്നില്ലേ? അപ്പൊ കളിയൊക്കെയാണ്. കാരണം കടയിലൊക്കെ ഉച്ചവരെ ഇങ്ങനെ നടന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ചെയ്യണോനെ മണ്ടക്കൊന്ന് കൊടുക്കണം, അത് വേറെ കാര്യം. അങ്ങനെ അങ്ങോട്ട് ചീത്തോടും, ഇങ്ങനെ നടന്നോ. ഇവിടേക്ക് എങ്ങനെ ഭാഷ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഭാഷയാണ്. ഇങ്ങനെ നടന്നോ, എന്താടാ നീ ഇങ്ങനെ നടന്നിട്ട്? നിന്റെ അനുജൻ കണ്ടോ പോയിട്ട് എന്തൊക്കെയാണ് അവന് കഴിഞ്ഞ മാസം 5000 രൂപ അയച്ചെന്ന്. വാപ്പാക്ക് ഇനി വല്ലതും വേണമെങ്കിൽ വീണ്ടും എന്നോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. നീ ഇതുവരെ എനിക്കൊരു 10 രൂപ തന്നിട്ടുണ്ടോ? ചീത്ത അങ്ങോട്ട് പറഞ്ഞ് അവനെ ഒലുമ്പുക എന്ന് പറയും. ആകെ അവനങ്ങോട്ട് വേദനിപ്പിച്ച് ഇവൻ കരയണോ കരയണ്ടേ അഭിപ്രായ വ്യത്യാസത്തിലിരുന്നു. ഏതായാലും ഉമ്മ ചോറോടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളമ്പി അതിങ്ങനെ കഴിക്കുമ്പോണ്ടാവും ഉമ്മ ഇങ്ങനെ നോക്കുന്നു. അവൻ കരയുന്നുണ്ടോ? എന്നിട്ട് ഇടക്ക് പറയും, ഉമ്മ സാരല്ലടാ, വാപ്പ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ എന്ന്. നമ്മൾ കരയണത് ഉമ്മാക്ക് സങ്കടമാണ്. ഉമ്മ കരയണതോ നമുക്കൊട്ട് സങ്കടമല്ല. ഉമ്മാന്റെ കണ്ണീര് നമ്മൾ കാരണത്താൽ വീണാൽ ഗുണം ഉണ്ടാവില്ല. ഉമ്മ കാരുണ്യവതിയാണ്. ഹിയ അർഹമു മിനൽ അബീ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം പറഞ്ഞുവല്ലോ. ഇസ്രായീൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ റൂഹ് പിടിക്കുമ്പോൾ വേദനിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോ ആളുകളൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ഒരു കുഞ്ഞുമായിട്ട് ആ കുഞ്ഞിന്റെ ഉമ്മയോട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ്. വെള്ളം ഇങ്ങനെ വന്ന് വന്ന് ആ ഉമ്മ ഒരു മലയുടെ മുകളിലേക്ക് കയറി. വെള്ളം വീണ്ടും കുതിച്ചു വരികയാണ്. തിരമാലകൾ ഇങ്ങനെ വരികയാണ്. അവസാനം ആ പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തി. ആ ഉമ്മ ആ കുഞ്ഞിനെ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചു. വെള്ളം വീണ്ടും കയറി, വീണ്ടും കയറി. അങ്ങനെ കയറി കയറി കഴുത്ത് വരെ, മൂക്ക് വരെ, അവസാനം ആ ഉമ്മയെ മുങ്ങിപ്പോകുന്നത് വരെ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച ആ മരണമാണ് റൂഹ് പിടിക്കുമ്പോൾ അസ്രായിലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് താരീഖിന്റെ കിതാബുകളിൽ, തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. വിടൂല. ഞാൻ പോയാലും എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ എത്ര വലുതായാലും മോഹിക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ. മാമിൻ റജുലിൻ യൻദുറു ഇലാ ഉമ്മിഹി നളറ റഹ്മത്തില്ലാഹ്. ഉമ്മയെ കാരുണ്യത്തോടെ ഒരാള് നോക്കിയാൽ ഇല്ലാ കാനത്ത് ലഹു ഹജ്ജതൻ മഖ്ബൂലതൻ മബ്റൂറ. ഏറ്റവും ഗുണം ചെയ്ത ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ? ലോകത്ത് എവിടെ പോവാനും കാഞ്ഞങ്ങാട് നിരാഹാര സമരം ഉദ്ഘാടനം ഉണ്ട്. അപ്പൊ അതിനൊന്ന് പോവണം. നിരാഹാര സമരം ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അവിടെ ഏതായാലും പോകണം. അങ്ങനെ എല്ലായിടത്തും പോകാനും നമുക്ക് എല്ലാം റെഡിയാണ്. പക്ഷേ ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിട്ട് 5 മിനിറ്റ് ഉമ്മാനോട് വർത്താനം പറയാം. നമ്മൾ അങ്ങനെ ആവണം. റസൂലിനോട് സ്വഹാബി പറഞ്ഞു, നബിയേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം 100 തവണ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ 1,00,000 തവണ നോക്കിയാൽ അല്ലാഹു അത്യബു അക്സർ, അല്ലാഹു തആല ഉത്തമമായി കൂലി തരാൻ കഴിയുന്ന ആളാണ്. അല്ലാഹു നന്നായി കൂലി തരാൻ കഴിയുന്ന ആളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്ക്രീനിൽ കൺപ്രസംഗം കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും കൂടിയാ ഞാൻ പറയുന്നത്. ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെ ഭാഗത്ത് നിന്ന് ഉമ്മയെ അവഗണിക്കുന്ന ഉമ്മ ഒരിക്കലും നിങ്ങളുടെ അടിമയല്ല. അങ്ങനെ വിചാരിക്കണ കുറെ ആൾക്കാരുണ്ട്. ഖിയാമത്തിന്റെ അടയാളാ അന്തലിദൽ അമതു റബ്ബതഹാ. അടിമ യജമാനന്, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക. ഉമ്മയെ കേവലം അടിമയെ പോലെ കാണുക. ഭാര്യയുടെ ഉമ്മയും കാണാൻ പാടില്ല, അവനവന്റെ ഉമ്മയും കാണാൻ പാടില്ല. ഉമ്മാർക്കൊരു സ്വഭാവമുണ്ട്. മരുമക്കളെ വലിയ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ടാവും. അമ്മായിമ്മയായിരിക്കും ഭയങ്കര സ്നേഹാവൂലേ? ഇവിടെ ഒന്നും അങ്ങനല്ലേ? അല്ലെ? ഇവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടില് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ആ സൽക്കാരത്തിന് അമ്മായിമ്മ കൊടുക്കുന്ന ഒരു സ്നേഹോപഹാരമുണ്ട്. ഇവിടെ അതുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട്. കോഴിമുട്ടയാണ് കൊടുക്കുന്നത്. നല്ല പുഴുങ്ങിയ കോഴിമുട്ട. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലേ? പടച്ചോ, നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുകൊണ്ടിരുന്ന തോന്നുന്നത്. യാ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. അങ്ങനെ അമ്മായിമ്മയുടെ ആദ്യത്തെ ഉപഹാരം 3 കോഴിമുട്ടയാണ്. ഇവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയ 3 കോഴിമുട്ട കിട്ടുന്നത്. ഇവൻ ഇതിപ്പോ 3 ഒന്നിച്ച് തിന്നണ്ടേ? ഭയങ്കര ഡൗട്ടിന്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ ഇരിക്കണ സമയത്താണ് ഇവന്റെ ഒരു മഹാവികൃതിയായ ഒരു അളിയൻകുട്ടിനെ എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ വിട്ടിട്ട് അവൻ ഇങ്ങനെ വന്നിട്ട് മെല്ലെ അതിൽ നിന്ന് 1 മുട്ട. യാ അല്ലാഹ്, 1 പോയി, ബാക്കി 2 ഏതായാലും കഴിക്കണം. ഇവൻ അതങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹോർലിക്സിന്റെ ഒരു മുറുക്കൊക്കെ കുടിച്ചിട്ട് ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ പുതിയാപ്പിളായിട്ട് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുമല്ലോ. പിന്നെ അല്ലേ നാളൊക്കെ പോകാറുള്ളത്. ഏതായാലും ഇവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഗിയറൊക്കെ മാറ്റിയിട്ട് അളിയൻകുട്ടി വന്നിട്ട് അടുത്ത കോഴിമുട്ടയും. പടച്ചോനെ, 2 പോയി, ഇനി 1 ഉള്ളൂ. ഇത് ഏതായാലും കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് ഇവൻ മറ്റൊന്ന് വായിൽ വെച്ചിട്ട് അളിയൻകുട്ടി 3ാമത്തെ എടുക്കുമ്പോ ഒരൊറ്റപ്പിടുത്താണ്. വക്കവിടെ എന്ന് പറയും. അപ്പോഴാണ് അമ്മായിമ്മ വലിയൊരു കോപ്പയിൽ ഹോർലിക്സ്, അത് സാരല്ല, 2 ഏതായാലും നീ തിന്നില്ലേ, ആ 1 ഏതായാലും അവന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ അമ്മായിമ്മയുടെ അടുക്കൽ 2 കോഴിമുട്ട തന്നയാളും. യാ അല്ലാഹ്, ആകെ പെട്ടതായിട്ടാണ് കഥ. അങ്ങനെ സ്നേഹത്തോടെ നമ്മെ
പാലും തേനും കോഴിമുട്ടയൊക്കെ തരുന്ന അമ്മായിയുമ്മണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ അടിമയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ അടിമയല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഭാര്യയുടെയും അടിമയല്ല. അങ്ങനെ ആണെന്ന അഭിപ്രായമില്ല. പക്ഷെ അവരുടെ പ്രസവ കാലഘട്ടത്തിൽ പലപ്പോഴും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന സമീപനം നമ്മൾ സ്വീകരിക്കുമ്പോ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്ക് ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ വലിച്ചെറിയുവാനുമുള്ള ഒന്നല്ല നമ്മുടെ ഉമ്മ. അവർ നമ്മുടെ എത്രയോ മുകളിലാണ്. പകരം നൽകാൻ കഴിയാത്ത, പകരം നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്പത്താ ഉമ്മയാണ്. മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നെ വേദനിപ്പിക്കുകയാണ്, എന്നെ ചീത്ത പറയാണ്. ഞാൻ എന്ത് ചെയ്യണം നബിയേ? ഞാൻ എന്റെ ഉമ്മാക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, മോനെ, ആ ഉമ്മയോടുള്ള കടപ്പാട് നീ വീട്ടിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം ആ ഉമ്മ മുറിച്ചെടുത്താലും ഉമ്മയോടുള്ള കടപ്പാടിന്റെ 4/1 പോലും വീട്ടിയാളല്ല നീ. എന്നിട്ട് പറഞ്ഞു, മോനെ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്ന കാര്യം നിനക്കറിയില്ലേ മോനെ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മായുടെ കാലടി കീഴിലാണ് സ്വർഗം. അത് നമ്മൾ നേടിയേ മതിയാവും. നമ്മുടെ വീട്ടിലെ റാണിയാവണം അവര്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി എന്ന് പറഞ്ഞാല് വാപ്പായുടെ സഹോദരിയാണ് അമ്മായി. എനിക്കൊരമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായിയെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചയച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. അമ്മായിക്ക് 2 മക്കൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചയച്ചു. അതിൽ അമ്മായി കാക്ക മരിച്ചു. ഈ ടേംസ് തന്നെയാണ് ഇവിടേക്ക് ഉള്ളത്. അമ്മായി എന്നല്ലേ പറയാം, അല്ലെ? അമ്മായി. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. കല്യാണം കഴിച്ചയച്ചിട്ട് അവരിങ്ങനെ താമസിക്കാൻ ചെന്നൈയിലാണ്. ഈ ചെറുപ്പക്കാരൻ നല്ല പഠിക്കും, ചെറിയ കുട്ടിയാണ്, നല്ല പഠിക്കും. അമ്മായി അടുത്ത വീട്ടിലെ പണിക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ട് എന്റെ നാടിന്റെ വീടിന്റെ അടുത്തുള്ള പാടത്ത് ഇങ്ങനെ ഞാറ് നടുന്ന ഉമ്മമാരെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും എന്തിനാണ് ഇപ്പൊ എന്റെ ഉമ്മയൊന്നും അങ്ങനെ പണിക്ക് പോലല്ലോ, എന്തിനാ ഇവരും ഇങ്ങനെ പണിക്ക് പോകണമെന്നാലേക്കും. പിന്നെയാണ് മനസ്സിലായത്, അവർ വിധവകളാണ്. അല്ലേ? വിധവകളാ. വൈദവ്യത്തിന്റെ നൊമ്പരം പേറുമ്പോ മറ്റൊരു കല്യാണം കഴിക്കാനുള്ള യൗവനമുണ്ടായിട്ടും അനാഥരായ തന്റെ മക്കളെ പോറ്റാൻ പാടത്തും പറമ്പിലും പണിക്ക് പോകുന്ന ഉമ്മമാരെ പോലെ ലോകത്ത് ത്യാഗം സഹിച്ചവരുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളവര് ചിലപ്പോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അള്ളാഹു ആ അമ്മാരുടെ, ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ചില കുട്ടികൾ ചെറുപ്പത്തില് വലിയ കഷ്ടപ്പാടും അധ്വാനമൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു വലിയ ദുആണ്. ഉമ്മയുടെ ദുആല്ലേ? വയനാട് ഭയങ്കര സമ്പന്നരായ ഒരു വിഭാഗമുണ്ട്, വലിയ മലഞ്ചരക്ക് വ്യാപാരികൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ആ മഹാൻ അവിടെ ഒരു മദ്രസന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഒരു ആളുകളോട് കൂടെ ഇങ്ങനെ തിരിച്ചു പോവാണ്. അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഈ മതിൽ കെട്ടുകളും മറ്റൊന്നുമില്ല, വെയിലി അരികിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ തങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, തങ്ങൾ പാപ്പാ, ഞങ്ങൾക്കൊക്കെ ദ്വാരക്കണം കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ് അപ്പോ വിളിച്ചു പറഞ്ഞിട്ട് തങ്ങൾ പാപ്പ തിരിഞ്ഞു നോക്കി. ആരപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു? അടുത്തവരോട് ചോദിച്ചു പറഞ്ഞു, ആ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പൊ അടുത്ത് മരിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നാ അവിടെ നിന്ന് പോയി ദ്വാരക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ദ്വാരന്നു. പട്ടിണി പാവങ്ങൾ, 5-6 ആൺകുട്ടികള്, ചെറിയൊരു പെൺകുട്ടിയൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ളൊരു ചെറിയ കുടുംബം. ആ സ്ത്രീ പറയാണ്, തങ്ങൾ അന്ന് വന്ന് ദ്വാരുന്നു, അതിനുശേഷം ഞാമത്തുകൾ മക്കളൊക്കെ വലുതായി, ഇന്ന് വയനാട്ട് വലിയ മലഞ്ചരക്ക് വ്യാപാരികളാണ്. തങ്ങളുടെ ദ്വാ മാത്രമല്ല, ആ ഉമ്മാന്റെ ഒരു ആഗ്രഹമാണ്. അതാണ്
എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ല. ചിന്തിച്ചു നോക്കുക. ഉമ്മയെ സ്നേഹിക്കാൻ, ഉമ്മയെ ബഹുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിഷയമൊന്നും പൂർത്തീകരിച്ച് പറയാൻ സമയം നിങ്ങളെ സംഘാടകരോട് കോപിക്കരുത്. എന്നോട് സംഘാടകർ നാളെ നേരം വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ വെസ്റ്റ് കോസ്റ്റിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് റിയാസ് റഹ്മാനി ഈ പരിപാടിക്ക് എന്നെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു, എനിക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിപാടി വെസ്റ്റ് കോസ്റ്റിന് പോകണം. എനിക്ക് ആ വെസ്റ്റ് കോസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മളൊരു ജോലി ചെയ്യുന്ന ആളൊരു മൈഷത്ത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അതിനോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ്. അള്ളാഹു ഇതിലൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിങ്ങനെ വാളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ നമ്മളൊരു ജോലി, വാളിന്റെ മുമ്പേ ഉള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യേണ്ട. ഒരു ചെറിയ സ്ഥാപനം മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ അതിനൊരു കോട്ടം വരിക, അവിടെ നമ്മുടെ ഒരു അസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എവിടെ വാളിന് പോയാലും ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്താറുണ്ട്. ഒരു 1-2 മണിക്കൂറെങ്കിലും കോളേജിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ ഒന്ന് നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സിദ്ദീഖിനെയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ നിങ്ങൾ ഒരിക്കലും അയാൾ നേരത്തെ നിർത്തി പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടെ നിങ്ങളോട് ആവശ്യപ്പെടാണ്. 1-2 കാര്യങ്ങളും കൂടെ പറയാണ്. ഉമ്മയെ വേദനിപ്പിച്ചാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. ഒരു പോയി. ഉമ്മയെ വേദനിപ്പിച്ചാൽ ഖബറിൽ മര്യാദ കിടക്കാൻ കഴിയില്ല. ഉമ്മയെ വേദനിപ്പിച്ചാൽ മഹ്ശറിൽ അല്ലാഹുവിന്റെ നോട്ടുണ്ടാവൂല. ഖാല നബിയുനാ മുഹമ്മദ് മുസ്തഫ. അൽഖമ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവാണ്. കലിമ ചൊല്ലി കൊടുത്തപ്പോൾ കലിമ ചൊല്ലുന്നില്ല. സ്വഹാബിയാണ്. റസൂലുള്ളാഹി ഓടിച്ചെന്നു. അൽഖമക്ക് കലിമ ചൊല്ലി കൊടുത്തു, ചൊല്ലുന്നില്ല. ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് വേദനിക്കുന്ന എന്തെങ്കിലും അൽഖമ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ നബിയേ. അൽഖമ ഒരിക്കലും എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭാര്യയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. റസൂൽ ചോദിച്ചു, ഉമ്മ നിങ്ങളത് പുറത്തു കൊടുക്കോ? ഇല്ല നബിയേ, ആ വേദന മാറ്റാൻ കഴിയില്ല. എന്നാൽ വിറക് കൊണ്ടുവരൂ. എന്തിനാ വിറക്? അവിടെന്ന് പറഞ്ഞു, അത് അൽഖമയെ കരിക്കുവാനാണ്. വേണ്ട നബിയെ, എന്റെ മോനൊന്നും ചെയ്യല്ലേ, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചപ്പോ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി കലിമ ചൊല്ലി അദ്ദേഹം വഫാത്തായി. എന്നിട്ട് വഫാത്തായി റസൂലുള്ളാഹി പറഞ്ഞു, ഖബറടക്കം ചെയ്യുമ്പോ ആരെങ്കിലും സ്വന്തം ഭാര്യയെ, മാതാവിനെ അവഗണിക്കുന്ന രീതിയിൽ സ്നേഹിച്ചാൽ, ഉമ്മാക്ക് പ്രാധാന്യം നൽകാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദുഫിന ആഖ്വാലിദൈഹി, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന ആൾ, അയാൾ ഖബറടക്കം ചെയ്യപ്പെട്ടാൽ അസ്റഹുൽ ഖബറു, ഖബർ അയാളെ ഞെരുക്കി കളയുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഖിയാമത്ത് നാളിൽ മഹ്ശറാവൻ സഭയിൽ കാരുണ്യവാനായ അല്ലാഹു തആല ഒരിക്കലും നോക്കാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാന്നറിയോ? വൽ ആഖുലി വാലിദൈ, മാതാവിനെയും പിതാവിനെയും നിസ്സാരമാക്കുന്നയാളാണ്, അവരെ അവഗണിക്കുന്ന ആളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അവരെ സ്നേഹിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയിച്ചു കൊടുക്കുക. അവർ പറയുന്നു, എടാ എനിക്ക് വേദനിക്കുന്നുണ്ട്, ആ വേദനക്ക് നമ്മൾ പരിഹാരം തേടുക. ആ സ്നേഹത്തിന് നമ്മൾ സ്നേഹത്തോടെ ചികിത്സിക്കുക. അത് സാരില്ല എന്ന് പറയല്ല. അവര് പറയാണ്, എനിക്കൊന്ന് ഹജ്ജിന് പോകണം, എനിക്കൊന്ന് ഉംറക്ക് പോകണം. അതിന് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുക. അവരെ വേദനിപ്പിക്കല്ല ചെയ്യേണ്ടത്, അവരെ സ്നേഹിക്കുക, അവരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക. ആ സ്നേഹത്തിലായി അവരുടെ പൊരുത്തം കിട്ടിക്കഴിഞ്ഞാലോ അതിനേക്കാൾ അപ്പുറം മറ്റെന്താണ്? എല്ലാ പുരോഗതിയുടെയും കാരണം അവരുടെ പൊരുത്താണ്, അവരുടെ ദുആയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയമില്ലാത്തതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഉമ്മയെ വേദനിപ്പിക്കാതിരിക്കുക, ഉപ്പയെ വേദനിപ്പിക്കാതിരിക്കുക. തന്നെയല്ല, അവര് മരിച്ചു കഴിഞ്ഞാലോ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം. ജീവിച്ചിരിക്കുമ്പോൾ സ്വതക്ക ചെയ്യാം, മരിച്ചുപോയാലും സ്വതക്ക ചെയ്യാം. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പള്ളികളൊക്കെ പലതും അങ്ങനെ ഉണ്ടായതാണ്, ഉമ്മാന്റെ പേരിലുള്ളതാണ്. ഈ പരിസരങ്ങളിലുള്ള ഖബറിൽ കിടക്കുന്ന ആ ഉമ്മമാരും ബാപ്പമാരും അല്ലാഹ്
എന്റെ മകൻ എനിക്ക് വേണ്ടി ഒന്ന് സ്വതക്ക ചെയ്തെങ്കിൽ എന്ന് ദുആ ചെയ്യുന്ന, എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ്. ഈ സമയത്ത് ആ ഉമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമായാൽ അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയും. പടച്ചോനെ, എന്തെങ്കിലും അപാകതകൾ അവരോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഈ മജ്ലിസ് ഇതാ ഒരുപാട് നേരം കേട്ട് വഅദ് കേട്ടിരുന്ന അവസാനം കുറെ സ്വലാത്തുകൾ ചൊല്ലി അവസാനം നിന്നിലേക്ക് കൈകളുയർത്തിയിരിക്കുന്നു. നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാരും മനസ്സിൽ തട്ടി ആമീൻ പറയൂ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ ഇരിക്കുന്നു, ഞങ്ങൾ വഅദ് പറയുന്നു, കേൾക്കുന്നു. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. റബ്ബേ, തെറ്റുകൾ വന്നുപോയി, കുറ്റങ്ങൾ വന്നുപോയി, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ഒന്നും പകരം നൽകാൻ ഞങ്ങളുടെ കയ്യിലില്ല, നീ അവരോട് കരുണ ചെയ്യണേ അല്ലാ. റബ്ബേ, മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാരുടെ ഖബറുകളിലേക്ക് ഈ സദസ്സിന്റെ സവാബുകൾ നീ എത്തിക്കണേ നാഥാ. അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. അവരുടെ ഖബറിലേക്ക് നീ സന്തോഷത്തിന്റെ എല്ലാ വെളിച്ചവും നൽകണേ റബ്ബേ. ഈ ആമീൻ പറയുന്ന പലരുടെയും ഉമ്മ ബാപ്പ ജീവിച്ചിരിക്കുന്നവരാണ്, നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. ആരോഗ്യം കൊടുക്കണേ അല്ലാ, വേദനകളിൽ നിന്നവരെ കാക്കണേ അല്ലാ, ശരീരത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നീ അവരെ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അവരുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. അവരെ രോഗികളാക്കല്ല റഹ്മാനേ, അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. അവര് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ തൗഫീഖ് കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഈ മക്കളൊക്കെ ഇതാ ചെറിയ പിഞ്ചു മക്കൾ, നീ നല്ലവരാക്കണേ റബ്ബേ. ദീനുള്ള മക്കളാക്കണേ അല്ലാ, തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ. ഈ നാടിന്റെ നന്മക്ക് ചുക്കാൻ പിടിക്കുന്ന മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പരാജയപ്പെട്ടവരിൽ, ലഹരി ഉപയോഗിക്കുന്നവരിൽ, തെമ്മാടികളിൽ ഈ കുട്ടികളെയൊന്നും നീ ചേർക്കല്ല റബ്ബേ. നിന്റെ സഹായം ഈ മക്കൾക്ക് നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ അപകടങ്ങളിൽ പെടുത്തല്ല നാഥാ, അപകട മരണങ്ങൾ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. കൈകാലുകൾ തളരുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല റബ്ബേ. ഹാർട്ട് അറ്റാക്ക് തരല്ലേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത വേദനകൾ ഞങ്ങളുടെ ശരീരത്തിന് ശമിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനകൾ തരല്ലേ അല്ലാ. റബ്ബേ, തരല്ല റബ്ബേ. ക്യാൻസറിൽ നിന്ന് കാക്കണേ റബ്ബേ, കിഡ്നിയുടെ അസുഖത്തിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ, ചികിത്സിക്കാൻ പണമില്ലാതെ ഒരാളുടെ മുമ്പിലും ഈ രോഗം ഒന്ന് പറയാൻ കഴിയാത്ത ദുരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണമാക്കല്ലേ അല്ലാ. പരീക്ഷണങ്ങൾ തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ ചെറിയ കുട്ടികളാണ്, നീ അവരെ യതീമുകളാക്കല്ല റഹ്മാനേ. മറ്റുള്ളവർക്ക് മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി കൈനീട്ടുന്ന യതീമുകളാക്കല്ല റബ്ബേ. ഞങ്ങളൊക്കെ വലിയ സംഖ്യകൾ കടമുള്ളവർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ, കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാര്, പാവപ്പെട്ട രക്ഷിതാക്കളൊക്കെ ഗൾഫിലുള്ളവരുണ്ട്. അവരുടെ ജോലികളിൽ നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ റബ്ബേ. നാട്ടിൽ വരാൻ കഴിയാത്തവർക്ക് അതിനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർക്ക് നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ റഹ്മാനേ. സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാൾ ഈ പരിപാടിയുടെ കാര്യവുമായി ഓടി നടന്നവർ, പ്രിയപ്പെട്ട സിദ്ദീഖിനെ പോലെയുള്ള, ഫാറൂഖിനെ പോലെയുള്ള, എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട്, ഹാരിസിനെ പോലെയുള്ള, അതുപോലെയുള്ള ഒരുപാട് എന്നോട് സംസാരിച്ച, എനിക്ക് ഭക്ഷണം നൽകി, ഇങ്ങനെ ഒരുപാട് ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. ഇന്ന് ഭക്ഷണം നൽകിയ ആ സഹോദരൻ, ആ വീട്ടുകാർ, ആ വീട്ടുകാരികൾ, നീ ബറക്കത്ത് നൽകി
നൽകണേ റബ്ബേ. ഈ കസേര ഇവിടെ നിരത്തിയിട്ടവർ, ഈ പരിപാടിക്ക് വേണ്ടി ഈ ട്യൂബും ഈ ലൈറ്റും ഈ സൗണ്ടും എല്ലാം അലങ്കരിച്ചവർ, അല്ലാഹുവേ ഇതും ഒരു ദീനീ ദഅവത്താണ്. ഇതിന്റെ സ്ക്രീൻ ഇവിടെ ഇട്ടവർ, ഇതിന്റെ വീഡിയോ എടുത്തവർ, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അതൊക്കെ നീ നാളെ പരലോകത്ത് നിന്റെ മഹ്ശറിൽ ഞങ്ങളെ സലാമത്താക്കുന്ന അമലായി സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ഈ പരിപാടിക്ക് ഈ ദുആ ചെയ്യലോടെ ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന പള്ളിക്കാട്ടിൽ മറഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ മുൻഗാമികൾ, അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. റബ്ബേ ഇതുപോലെ നിന്റെ ദീനിന്റെ പേരിൽ ഒരുമിച്ചുകൂടി ഞങ്ങളും ഈ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന പിൻഗാമികളെ നീ തരണേ റബ്ബേ, നീ തരണേ അല്ലാ. റബ്ബേ ഇത് അവസാനത്തെ കൂടിച്ചേരലാക്കല്ല റഹ്മാനേ. നിന്റെ ദീനിന് വേണ്ടി വാള് പറയുന്നവരാണ്, ഓടി നടക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. റബ്ബേ ദീനല്ലാത്ത ഒരു കാര്യം പറയുമ്പോ, സുന്നത്ത് ജമാഅത്തിനെതിരായിട്ടൊരു കാര്യം പറയുമ്പോ, സമസ്തക്കെതിരായിട്ടൊരു കാര്യം പറയുമ്പോ, അതോടെ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് നീ അവസാനം നൽകണേ അല്ലാ. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംസാരിക്കാൻ, സമസ്തക്ക് വേണ്ടി SKSSF-ന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കും ഞങ്ങളിവിടെ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ആലിമീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റബ്ബേ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കാൻ, അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്ക് റബ്ബേ. ഉള്ളവർക്ക് നീ ദീർഘായുസ് കൊടുക്കുക അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യണം. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും.